നമ്മുടെ കർത്താവായ ഈശോയെ പാടി സ്തുതിച്ച് ആരാധിച്ച് സർവശക്തനായ ദൈവത്തിൽ നിന്ന് സ്വർഗീയ വരങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലേക്കും സ്വീകരിക്കുന്ന സ്വർഗീയ സംഗീതം എന്ന മഹനീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ പാടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഗാനത്തിന്റെ വരികൾ നമ്മളോട് ഇപ്രകാരം പറയാണ്: ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാൻ ഏറെ കാരണമുണ്ട്. എന്താ നമുക്ക് ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിൽ ആനന്ദിക്കാനുള്ള കാരണം? ഗലാത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ അതിന്റെ 1-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയാണ്: ഞാൻ മാതാവിന്റെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തു, തന്റെ കൃപയാൽ അവിടുന്ന് എന്നെ വിളിച്ചു. പൗലോസ് ശ്ലീഹയോട് ചേർന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ വലിയ അപ്പസ്തോലൻ പറയുവാണ്: ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മുമ്പ് തന്നെ ദൈവം എന്നെ അറിഞ്ഞു. ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരിക്കുമ്പോൾ തന്നെ ദൈവം എന്നെ തെരഞ്ഞെടുത്ത് വിശുദ്ധീകരിച്ചു. എന്താ കാരണം? എനിക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ചില പ്രവൃത്തികൾ ഉണ്ടായിരുന്നു, ചില ദൗത്യം ഉണ്ടായിരുന്നു. വീണ്ടും അതേ വരികൾ തന്നെ മറ്റൊരു വ്യക്തി, അത് പഴയ നിയമ പുസ്തകത്തിൽ നാം കാണുന്ന ജെറമ്യ പ്രവാചകൻ ഇപ്രകാരം എഴുതി വെക്കുകയാണ്: 1-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ. മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. ദൈവം തന്നോട് പറയുന്നത് ആയിട്ടാണ് ജെറമ്യ പ്രവാചകൻ എഴുതി വെക്കുക. ദൈവം പറയുക: നീ അമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുന്നതിന്, അതിന് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. ഇനിയോ, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകനും ഈ അപ്പസ്തോലനും പറയുന്ന കാര്യം അവരെ കുറിച്ച് മാത്രമുള്ളതല്ല, മറിച്ച് കർത്താവായ യേശുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മളെല്ലാവരെയും സംബന്ധിച്ച് ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ വചനവുമാണിത്. നാം എല്ലാവരും ഉരുവാകുന്നതിന് മുമ്പേ ദൈവം നമ്മെ അറിഞ്ഞു. നമ്മെക്കുറിച്ച് മഹനീയമായൊരു പദ്ധതി ദൈവം രൂപപ്പെടുത്തി. ആ മഹനീയമായ പദ്ധതിക്ക് വേണ്ടിയാണ് നമുക്ക് ഈ ലോകത്തിൽ ദൈവം ജന്മം നൽകിയത്. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ടാ വചനം പറയുക, ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാം വാക്യം. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പൊ നമുക്ക് ശുഭമായ ഭാവി, പ്രത്യാശ അത് നൽകാൻ തക്കവണ്ണമുള്ളൊരു പദ്ധതി നമ്മുടെ ദൈവത്തിന് നമ്മെക്കുറിച്ചുണ്ട്. ഇത് തന്നെയാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സ്തുതിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. എനിക്ക് രൂപം നൽകിയ ദൈവം, എന്നെ സ്നേഹത്തോടെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ദൈവം, നീ എനിക്കായിട്ട് മനോഹരമായൊരു പദ്ധതി ഒരുക്കി എന്നെ നയിക്കുന്ന എൻ്റെ ദൈവം. ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സന്തോഷത്തോടെ ചേർന്ന് പാടിക്കേ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. സന്തോഷത്തോടെ താളത്തോട് ചേർന്ന് ഹൃദയത്തിൽ ആനന്ദിച്ചുകൊണ്ട് ഹൃദയത്തിൽ കർത്താവായ ഈശോയെ സ്തുതിച്ച് ഈശോയെ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിച്ചു പാടി. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആവർത്തിച്ചു പാടി. ആരാധിപ്പാൻ
ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആരാധിച്ചു പാടി കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. സന്തോഷത്തോടെ പാടി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഒരു പക്ഷേ ഈ സ്നേഹിക്കുന്ന കർത്താവിൽ നിന്ന് അകന്നു പോയ വ്യക്തിയാണോ നീ? കർത്താവ് പറയുക, ഭയപ്പെടണ്ട, ആകുലപ്പെടണ്ട, വിഷമിക്കണ്ട. മറിച്ച് എന്ത് ചെയ്യണം? നിന്റെ പ്രവൃത്തികളൊന്ന് ശോധന ചെയ്യാൻ പറ്റുമോ? നിന്റെ പ്രവൃത്തികളൊന്ന് തിരിച്ച് നന്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ നിന്റെ ഇന്നലകളിലുണ്ടായ തിന്മകള്, കർത്താവിൽ നിന്ന് അകന്നുപോയ വഴികള്, അത് നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള തകർച്ചകള്, ഇപ്പൊ ഉള്ള തകർച്ചകള്, അത് മാറ്റി നിന്നെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവമാണ് നിന്റെ ദൈവം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കരുണയുള്ള ഒരു കർത്താവിനെ കുറിച്ച്, കരുണയോടെ പാപങ്ങൾ ക്ഷമിച്ച് പാപത്തിന്റെ തകർച്ചകളിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് വചനം നമ്മെ പഠിപ്പിക്കുക. സന്തോഷത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം വചനം പറയാണ്, ഏതെങ്കിലും ഒരു ജനതയെയോ രാജ്യത്തെയോ ഉന്മൂലനം ചെയ്യുമെന്നും തകർത്ത് നശിപ്പിക്കുമെന്നും എപ്പോഴെങ്കിലും ഞാൻ പ്രഖ്യാപിച്ചിരിക്കെ ആ ജനത തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞാൽ അതിനോട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന വിനാശത്തെ കുറിച്ച് ഞാൻ അനുതപിക്കും. ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. വചനം പറയുവാണ്, തിന്മ മൂലം ഒരു ജനതയെ കർത്താവ് നശിപ്പിക്കുന്നു തീരുമാനിച്ചു. തിന്മയെ അയച്ചു, നാശത്തെ അയച്ചു. പക്ഷേ അനുതപിക്കാൻ കൂട്ടാക്കിയാൽ ആ തിന്മയെ എടുത്തു മാറ്റി ആ ജനതയെ രക്ഷിക്കുന്ന, ആ വ്യക്തിയെ, കുടുംബത്തെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഗാനത്തിന്റെ വരികൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ കാലുകള്, നമ്മുടെ വഴികള് തെന്മയിലേക്ക് പോയി, വഴുതിപ്പോയി, പാപത്തിൽ വീണുപോയി, അതിന്റെ തകർച്ചയിലാണ് ആയിരിക്കുന്നത്. അവിടെ നിന്നുകൊണ്ട് കർത്താവിന് വിളിക്ക്, അതിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഗാനത്തിന്റെ വരികളോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ വിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. സന്തോഷത്തോടെ പാടി. എന്റെ വിനവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ ഈശോ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഈശോ. സ്തുതിച്ചു പാടി. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആവർത്തിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു എല്ലാവരും ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ 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 നമ്മുടെ യേശു. ഇവിടെ പാപത്താൽ നമ്മെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ പാപത്തെ നഷ്ടത്തിൽ നമ്മെ രക്ഷിക്കുന്നതിനെ ഓർത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. സ്വതന്ത്രമായിട്ട് സ്തുതിച്ച് നന്ദി പറഞ്ഞ് ആരാധിച്ച് ഈശോയെ ഈശോയെ
നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപത്തിൽ നിന്ന്, പാപത്തകർച്ചകളിൽ നിന്ന്, പാപം മൂലം വന്നുപോയ സകല നഷ്ടങ്ങളിൽ നിന്നും ഈശോയെ അനുദപിക്കാൻ തയ്യാറാകുമ്പോൾ ഇത് ഞങ്ങളെ കരം പിടിച്ചുയർത്തുന്നല്ലോ. നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഈശോയെ, 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 യേശുവേ, 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 ഈശോയെ. ദൈവത്തിന്റെ വചനം ഓർമ്മപ്പെടുത്തുവാണ് കർത്താവ് നമ്മെ വീണുപോയ നമ്മെ, പാപത്തിൽ വീണുപോയ നമ്മെ അതിൽ നിന്ന് കരം പിടിച്ചുയർത്തുകയും രക്ഷിക്കുകയും ചെയ്യുക മാത്രമല്ല, നമുക്ക് അപ്രാപ്യമായ, നമുക്കൊരിക്കലും യോഗ്യതയില്ലാത്ത പരിശുദ്ധാത്മാവിനെയും പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങളെയും നമ്മിൽ നിറയ്ക്കാൻ മാത്രം കരുണയുള്ളവനാണ്. ദൈവത്തിന്റെ വചനം പറയാണ് ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 28 വാക്യം വചനപ്രകാരം പറയുന്നു, അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവ് ഞാൻ വസിക്കും. ദൈവത്തിന്റെ ആത്മാവിനെ പരിശുദ്ധാത്മ നമ്മെ വർഷിക്കാന്നുള്ളതാണ് യേശു ക്രിസ്തുവിലൂടെ അന്ത്യകാലഘട്ടത്തിൽ ഈ കാലയളവിൽ ദൈവത്തിന്റെ ആഗ്രഹം. സന്തോഷത്തോടെ സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനം ഉണ്ടാകും. നോക്കിക്കേ, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നമ്മിൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കൾക്ക് ഉണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ വചനം വാഗ്ദാനം ചെയ്യുക. സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ സ്വർഗീയ വരങ്ങൾ നമുക്ക് നൽകാൻ നമുക്ക് അവകാശമില്ലാത്തത്, നമുക്ക് യോഗ്യതയില്ലാത്തത്, അത് നമുക്ക് നൽകാൻ തക്കവണ്ണം നമ്മെ സ്നേഹിക്കുന്ന കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് സ്തുതിച്ച് നമുക്ക് ഗാനത്തിന്റെ വരികളിലൂടെ കടന്നു പോകാം. ഈശോ പറയാണ്, ചോദിക്കുന്ന നിങ്ങൾക്ക് ലഭിക്കും, ചോദിക്കുന്ന ഏവനും പരിശുദ്ധാത്മാവിന് കിട്ടും. അതാണ് ഈശോയുടെ വാഗ്ദാനം. ഈ പരിശുദ്ധാത്മാവ് സ്വർഗത്തിന്റെ വലിയ ശക്തി നമുക്ക് യേശു ക്രിസ്തുവിലൂടെ ഇന്ന് പ്രാപ്യമാണ്. സന്തോഷത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നനച്ചതാണ്. ഈശോയെ, ഈശോയെ, എനിക്ക് ദൈവത്തിന്റെ മകനാകാൻ, മകളാകാൻ, ദൈവത്തിന് സാക്ഷിയാകാൻ തക്കവണ്ണം വലിയ വിളി നൽകുന്നതിനെ ഓർത്ത് ആ വിളിയുടെ പ്രത്യുത്തരമായി ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോ പരിശുദ്ധാത്മാവിന്റെ വലിയ വരദാനങ്ങൾ നൽകുന്നതിനോത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ച് ഞാൻ ആരാധിക്കുന്നു. ഗാനത്തോട് ചേർന്ന് പാടി. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. സ്വയം ദൈവത്തിന്റെ മകന് മകളുവാകാനായിട്ട് എന്നെ വിളിച്ചതിനെയോ ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, നീ പറയുന്നു കർത്താവേ, ചോദിച്ചതോ ഉള്ളിൽ പോലും ആടി പ്രാർത്ഥിച്ചേ. നീ എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്കായി നൽകിയിടും. സ്വയം ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്വയം ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സ്വയം ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പകാരം പറഞ്ഞ് ഈശോയെ നന്ദി. ഈശോ എന്നെ കുറിച്ചൊരു പദ്ധതി നിനക്കുള്ളതിനെ നന്ദി പറയുന്നു. ഈശോയെ, മാതാവിന്റെ ഉദരത്തിൽ എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് എന്നെ അറിഞ്ഞ് എന്നെ തെരഞ്ഞെടുത്ത് എന്നെ വിളിച്ചതിനെയോ ഈശോയെ നന്ദി പറയുന്നു. ഈശോ ദൈവത്തിന്റെ മകന് മകളും അങ്ങനെ തക്കവണ്ണം വലിയൊരു വിളി എനിക്ക് നൽകിയതിനോ ഈശോയെ നന്ദി പറയുന്നു. ഈശോ എനിക്ക് യാതൊരു യോഗ്യതയില്ലാതെ എന്നിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ ഉള്ളിലേക്ക് നൽകി എന്നെ വിളിച്ചതിനെയോത്ത്, ദൈവിക കൃപകളാ നിറക്കുന്നതിനെയോത്ത്, വരങ്ങളാ നിറക്കുന്നതിനോത്ത് ഈശോയെ നന്ദി പറയുന്നു.
ഹൃദയത്തിന് ഈശോ എന്ന് സ്തുതിച്ച്, ഈശോയെ നന്ദി എന്ന് പറഞ്ഞ്, ഈശോയെ ആരാധന എന്ന് പറഞ്ഞ്, ഈശോയെ സ്തുതിച്ചുകൊണ്ട് ആരാധനയോടെ പ്രിയപ്പെട്ടവരെ നാം ഈശോ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുവാണ്, ഈ ലോകത്തിൽ ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ഒരു പക്ഷേ പ്രിയപ്പെട്ടവരായിട്ട് ഈ ലോകം പറയുന്നവര്, നമ്മുടെ ബന്ധം പറയുന്നവര്, അവര് പോലും നിന്നെ തള്ളിക്കളഞ്ഞാൽ പോലും ഉപേക്ഷിച്ചാൽ പോലും ഉപേക്ഷിക്കാത്തൊരു ദൈവം നിനക്കുണ്ട്. ആരൊക്കെ തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയാത്ത, ആരൊക്കെ അവഗണിച്ചാലും അവഗണിക്കാത്ത, അദ്ദേഹം തുറന്ന് സ്നേഹിക്കുന്ന ആ കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട് ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും, ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും, ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും, ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും, കരുതി എന്റെ നീ ദൈവമേ, മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. സ്വയം നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ എന്നെ മനസ്സിലാക്കുന്ന എന്റെ ദൈവമേ, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. സ്വയം നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചു പാടി. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കും. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കും. ആനന്ദത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കും. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. പാടിക്കുകയും കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. അനുഗ്രഹിക്കുന്ന ദൈവം എന്റെ കൂടെയുള്ളതിനാൽ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. സ്വയം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കും. സ്വയം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കും. കാല് വഴുതി പോയിട്ട് എന്നെ താങ്ങി നിർത്തിയവൻ, കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. സ്വയം കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. സ്വയം നിന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കും. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കും. ഉന്നത വിളിയാൽ എന്നെ വിളിച്ചു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതു ഉള്ളിൽ പോലും നിനച്ചതല്ല. സ്വയം ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ചോദിച്ചതു ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസെല്ലാം നിനക്കായി നൽകിയിടുന്നു. സ്വയം ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. എവരും തള്ളിക്കളഞ്ഞപ്പോഴും ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും, ഉറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിച്ചു പാടി. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു
യേശു ഈശോയെ, ജീവിക്കുന്നു. ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ദോഷത്തോടെ പാടി. ഹല്ലേലൂയ, ഈശോയെ സ്തുതിക്കുന്നു കർത്താവേ, നമ്മുടെ നന്ദി പറയുന്നു കർത്താവേ, ആരാധനയോടെ പാടുന്നു കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെട്ടതിനെയോത്ത്, ഈശോയെ കരുണ വർഷിക്കുന്നതിനെയോത്ത്, ഈശോ ഞങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതി ഉള്ളതിനെ കുറിച്ച്, ഈശോയെ ഈശോയെ പാപത്തെ വീണുപോയി ഞങ്ങളെ കരം പിടിച്ച് ഉയർത്തിയതിനെയോത്ത്, പാപത്തിന്റെ തകർച്ചകളിൽ ഞങ്ങൾ രക്ഷിച്ചതിനെയോത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ വരദാനങ്ങൾ ഞങ്ങളെ നിറയ്ക്കുന്നതിനെയോത്ത്, ദൈവത്തിന്റെ മകനും മകളും ആകാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചതിനെയോത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈശോയെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. ഈശോയെ 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 ഉന്നതമായി വിളി ലഭിച്ചിട്ടും അപ്പോഴും ഞങ്ങള് പല രീതിയിൽ കുറ്റങ്ങളില് പാപങ്ങളില് വീണുപോയപ്പോ, ലോകം മുഴുവൻ ഞങ്ങൾ തള്ളി പറഞ്ഞപ്പോഴും ഇനി ഞങ്ങൾ തള്ളി പറഞ്ഞിരുന്നു. നന്ദി പറയുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഈശോ ഇനി ഒരിക്കലും നിന്നെ അകന്നു പോകാൻ ഞങ്ങൾ ഇടയാകാതിരിക്കട്ടെ. ഈശോയെ വിശ്വസ്തയോടെ എന്നോട് ചേർന്ന് നിൽക്കാൻ ഓരോരുത്തരെയും ഈശോയെ 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 ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിക്കാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. നാം വിളിച്ചപേക്ഷിക്കുന്ന കർത്താവായ ദൈവം നമുക്ക് ആശ്വാസമായിട്ട് രക്ഷയായിട്ട് എന്നെപ്പോഴും നമ്മുടെ കൂടെ